പരിശുദ്ധമായ 27-ാം രാവിൽ നമ്മൾ അറിയാതെ പോയ ഒരുപാട് അമലുകൾ, നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരുപാട് അമലുകൾ, ഈ നിസ്സാരമായി കാണുന്ന അമലുകൾ കൊണ്ടാണ് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുക, അതുറപ്പാണ്. ഏതൊക്കെയാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന അമലുകൾ? പരിശുദ്ധമായ റമളാനിൻ്റെ ഹൃദയമായ 27-ാം രാവിത ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. തൗബ നമ്മൾ ചെയ്യണം. കാരണം ഇന്നത്തെ ഈ 27-ാം രാവിൽ നമ്മൾ ചെയ്യേണ്ട അതിമഹത്തായ ഇബാദത്ത് തൗബ ചെയ്യലാണ്. ചെയ്തു പോയ പാപങ്ങൾ ഒരുപാടാണ് റബ്ബേ, നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, തൗബ ചെയ്യലാണ്. ചില ആളുകൾ ചിന്തിക്കും തൗബ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾ പള്ളിയിൽ പോയി കൂട്ടമായിട്ട് പറയുന്ന ഒരു ദുആയല്ലേ ഉസ്താദെ? അല്ല, എൻ്റെ ഉമ്മമാർക്ക് വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യവും കൂടിയാണ് തൗബ. ഇന്ന് നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, പ്രവർത്തിക്കേണ്ട ഒരു കൂട്ടം അമലുകൾ, നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായ വലിയ അമലുകളുടെ കൂമ്പാരമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുകയും നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റി നൽകുകയും ഈ പരിശുദ്ധമായ റമളാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമളാനിൻ്റെ പുണ്യങ്ങളേറെ നിറഞ്ഞു നിൽക്കുന്ന 27-ാം രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരികയാണ്. ഇന്നത്തെ മഗ്‌രിബ് അത് നമ്മളിലേക്ക് വരുമ്പോൾ ആ മഗ്‌രിബിൻ്റെ ബാങ്കോടുകൂടി നമ്മളിലേക്ക് പ്രവേശിക്കുന്ന 27-ാം രാവ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അശ്രദ്ധരായി പോകാനേ പാടില്ല. എൻ്റെ ഉമ്മമാർ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരും എൻ്റെ സഹോദരിമാരും സഹോദരങ്ങളും ഇതിനേക്കാൾ വലിയൊരു ജാഗ്രത പിന്നെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അത്രമാത്രം നമുക്ക് വലിയൊരു നേട്ടമാണ് അള്ളാഹു നൽകാൻ പോകുന്നത്. അത് രണ്ട് കൈകൊണ്ട് സ്വീകരിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി 27-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും അതിപ്രധാനം നമ്മുടെ നിസ്കാര കാര്യങ്ങൾ ക്ലിയർ ആക്കുക എന്നതാണ്. നമ്മുടെ മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും സുബഹിയുടെയും അതോടൊപ്പം തന്നെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെയും ജമാഅത്തുകൾ കൃത്യമാക്കുക. ജമാഅത്ത് കിട്ടിയില്ലെങ്കിൽ ഖളാ പോലും ആക്കാതെ, പ്രത്യേകിച്ച് മഗ്‌രിബ് നമസ്കാരം ഖളാ പോലും ആക്കാതെ നമ്മൾ നിസ്കരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 27-ാം രാവ് തുടങ്ങുന്നതിൻ്റെ തിരക്ക് വളരെയേറെയായിരിക്കും. ഒരുപാട് കണ്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ വലിയൊരു ആഘോഷം എന്ന് തന്നെ പറയാം, നോമ്പുതുറ, വലിയ ഇഫ്താർ വിരുന്നുകളൊക്കെ സംഘടിപ്പിക്കുന്ന വീടുകൾ ഉണ്ടാവാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഗ്‌രിബ് നമസ്കാരം ഖളാ ആയി പോയാൽ ഈ 27-ാം രാവിൻ്റെ പുണ്യമോ വരുന്ന ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യമോ അതുപോലെ തന്നെ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിൻ്റെ പുണ്യമോ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം മസ്റ്റാണ്, അതൊന്നാമതായി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്യണേ. ഇന്നത്തെ ഈ മഗ്‌രിബോട് കൂടെ തന്നെ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് കഴിയുന്നത് എത്രയാണോ അത്രയും വട്ടം നമ്മൾ ഓതുക. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നത്, ഇത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യമെങ്ങാനും ഓതിയാൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നത് ഈ ദുന്യാവിൽ വെച്ച് തന്നെ അവൻ്റെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ മാറ്റുക എന്നതാണ്. ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രതിഫലം അവൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ ഇത്രമാത്രം പ്രതിഫലമാണെങ്കിൽ ഇന്നത്തെ ഈ രാത്രി, ഇന്നത്തെ ഈ മഗ്‌രിബോട് കൂടെ തന്നെ 27-ാം രാവിൻ്റെയും പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും അസുലഭ മുഹൂർത്തങ്ങൾ ഒന്നിച്ചു ചേർന്ന് വരുന്ന ഈ സമയത്ത് ഈ സൂറത്തുൽ ഖദർ നമുക്ക് എത്രമാത്രം ഓതാൻ പറ്റുമോ അത്രമാത്രം ഓതുക. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഈ സൂറത്തിൻ്റെ പ്രതിഫലം വളരെയേറെയാണ്. കാരണം 84 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ കുഞ്ഞു സൂറത്ത്, ഈ ചെറിയ സൂറത്ത്, അത് നമ്മളിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ലൈലത്തുൽ ഖദറിൽ അള്ളാഹു എന്തെല്ലാം പ്രതിഫലങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ടോ അത് മുഴുവനും നമുക്ക് കിട്ടും. ഉറപ്പാണ്, അത് ഉറപ്പാണ്. മാത്രമല്ല കുറച്ച് ദിക്റുകൾ ചൊല്ലുക. ഏതൊക്കെയാ ദിക്റ്?
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ സാധാരണ എല്ലാ ദിവസവും പ്രത്യേകിച്ച് റമളാനിന്റെ മുഴുവൻ സമയത്തും നമ്മൾ ചെയ്യുന്ന ഈ ദിക്ർ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക. അതോടൊപ്പം തന്നെ അവസാനത്തെ 10 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് ചോദിക്കാൻ പറഞ്ഞ നരകമോചനം അത് നമ്മൾ ഒരുപാട് വട്ടം ചോദിക്കുക. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നും നീ എന്നെ മോചിപ്പിക്കണേ. അല്ലാഹുമ്മ അജിർനി അതും പറയാം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ. അതിങ്ങനെ ഒരുപാട് വട്ടം പറയുക, നരകമോചനം ചോദിക്കുക. അതോടൊപ്പം തന്നെ സ്വർഗ്ഗപ്രവേശനം, വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗ്ഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ അഅ്തിനി ജന്ന, അല്ലാഹുമ്മ അഅ്തിനി ജന്ന എന്ന് നമ്മളിങ്ങനെ പറയുക, ഒരുപാട് വട്ടം പറയുക. അല്ലാഹുവേ അഅ്തിനി, നീ എനിക്ക് നൽകണേ അൽ ജന്ന, സ്വർഗ്ഗം നൽകണേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇതൊക്കെ അറബിയിൽ പറഞ്ഞു എന്ന് മാത്രം, നല്ല മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യുക. പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞാലും അള്ളാഹ്ക്ക് എല്ലാ ഭാഷയും അറിയാമല്ലോ. അവൻ്റെ അടിമകൾ ഏത് ഭാഷയിൽ പറഞ്ഞാലും ഭാഷ പറയണ്ട, അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യവും അള്ളാഹ് അറിയുന്നതാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ തൗബ ചെയ്യുക. തൗബ നമ്മൾ ചെയ്യണം. കാരണം ഇന്നത്തെ ഈ 27-ാം രാവിൽ നമ്മൾ ചെയ്യേണ്ട അതിമഹത്തായ ഇബാദത്ത് തൗബ ചെയ്യലാണ്. ചെയ്തുപോയ പാപങ്ങൾ ഒരുപാടാണ് റബ്ബേ, നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യലാണ്, തൗബ ചെയ്യലാണ്. തൗബ ചെയ്യുന്നതിന് മുമ്പ് 3 ഷർത്തുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ഒന്നാമതായി, റബ്ബേ ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമതായി, ഞാൻ ഇനി പാപത്തിലേക്കൊന്നും പോവില്ല എന്ന ഒരു നീയത്ത്, പാപത്തിലേക്ക് ഞാൻ ഇനി മടങ്ങില്ല എന്നുള്ള വലിയ നീയത്തുണ്ടാവണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് വേണം അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ. തൗബ ചെയ്യുമ്പോൾ എങ്ങനെ? നല്ലതുപോലെ വുളൂഅെടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞ് ഇതുപോലുള്ള ദിക്റുകൾ പറയുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് ഒരുപാട് വട്ടം പറയുക. എന്നിട്ട് 2 കൈകളും ചേർത്ത് വെക്കുക. 2 കൈകളും ഇങ്ങനെയല്ല, ഇങ്ങനെ മടിയിലല്ല, ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം കൈവെള്ളയിലേക്ക് നോക്കുക, ആകാശത്തിലേക്കല്ല, കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് കരയുക എന്നാണ്. കരയുക, പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞ് കരയുക. കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കുക എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കരഞ്ഞിട്ട് ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ നമ്മൾ തൗബ എങ്ങോട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് മനസ്സിൽ 3 നിയ്യത്തുണ്ടാവണം. ഇനി ഞാൻ പാപത്തിലേക്ക് പോവില്ല. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഏറെയാണല്ലോ, ആ ചെയ്തു പോയ പാപത്തിൻ്റെ പേരിൽ ഒരു ദുഃഖമുണ്ടാവുക. ഏതെങ്കിലും പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക. ഈ 3 ഷർത്തോടുകൂടി ഈ വരുന്ന 27-ാം രാവിൽ നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നൽകും. തീർച്ചയാണ്. ഇതെൻ്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കുക, ചില ആളുകൾ ചിന്തിക്കും തൗബ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾ പള്ളിയിൽ പോയി കൂട്ടമായിട്ട് പറയുന്ന ഒരു ദുആയല്ലേ ഉസ്താദെ? അല്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കും സഹോദരിമാർക്കും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിസ്കാരപ്പായിൽ നിങ്ങളുടെ മുസല്ലയിൽ ഇരുന്നിട്ട് 2 കരങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് നിങ്ങൾക്കും പറയാം തൗബ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ് തൗബ. 2 കരങ്ങളും ഉയർത്തിയിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ പറയുക, പാപമോചനം തേടുക. അതാണ് തൗബ എന്ന് പറഞ്ഞാൽ. പുരുഷന്മാർക്ക് പള്ളിയിൽ മാത്രം ചെയ്യാനുള്ള കാര്യമല്ല തൗബ. എൻ്റെ ഉമ്മമാർക്ക് വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യവും കൂടിയാണ് തൗബ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് രോഗികളായ ആളുകളുണ്ട്, കിടപ്പിൽ കിടക്കുന്ന ആളുകൾ. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് തൗബ ചെയ്യാൻ. അവർക്കും ഇത് ചെയ്യാം. ആ കിടപ്പിൽ തന്നെ അള്ളാഹുവേ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ എന്ന് അവരവിടെ വെച്ച് പറഞ്ഞാലും, കിടന്നുകൊണ്ട് പറഞ്ഞാലും, ഇരുന്ന് പറഞ്ഞാലും, എങ്ങനെ പറഞ്ഞാലും അത് തൗബയാണ്. അള്ളാഹു തൗബ സ്വീകരിക്കും. പ്രത്യേകിച്ച് 27-ാം രാവിത കടന്നു വരുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും അള്ളാഹു കൂലി നൽകും. അതുകൊണ്ട് ഒരുപാട് തൗബ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന നല്ലൊരു നിയത്തോടു കൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് തൗബയുടെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. തൗബയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അത് നോക്കി എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല ഇഖ്ലാസോടെ, തഖ്വയോടെ ഇത് ഏറ്റുപറയുക. ഇൻഷാ അല്ലാഹ് ഇത് പറയുമ്പോൾ തന്നെ
നമ്മുടെ മനസ്സിൽ ഈമാൻ കൊണ്ട് നിറയണം, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കണം. ആ ഒരു നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് 3 പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിൻ്റെ പരിശുദ്ധമായ ഫുർഖാനുൽ അലീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു തമ്പുരാനേ. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും രണ്ടുപേരും പറഞ്ഞ തൗബയുടെ വാക്കുകളാണിത്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്ത പാപികളാകുന്നു. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിൻ്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളിലായി പോകും തമ്പുരാനേ. നിൻ്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കണം തമ്പുരാനേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തൗബയെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ശൈത്വാൻ ഇബ്ലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനേ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറ കൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലൻ കയ്യിൽ തെരീപ്പിച്ച് നിൻ്റെ ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിൻ്റെ നബി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിൻ്റെ ലിഖാഇനെയും ഞങ്ങളുടെ 2 കണ്ണുകൾ കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് 3 പ്രാവശ്യം പറയുക. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തൗബക്ക് ശേഷമുള്ള ദുആയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതിനുശേഷം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അറിയാവുള്ള ഏതൊക്കെ ദുആ ഉണ്ടോ അതൊക്കെ പറയുക. അത് കഴിഞ്ഞ് നല്ല മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്യുക. പടച്ചവനെ, എനിക്ക് നീ പൊറുത്ത് നൽകണേ. അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കണേ. ഞാൻ ചെയ്തു പോയ ചെറുത് വലുത് രഹസ്യം പരസ്യം അറിഞ്ഞ് അറിയാതെ ചെയ്ത മുഴുവൻ പാപങ്ങളും എനിക്ക് നീ പൊരുത്തപ്പെട്ട് നൽകണേ അല്ലാ എന്ന് നല്ല മലയാളത്തിൽ ഇങ്ങനെ ദുആ ചെയ്യുക. ഇത് തന്നെയാണ് തൗബ. ഇത് തന്നെയാണ് തൗബ. അതിങ്ങനെ പറയുക. എന്നിട്ട് അവസാനം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇതാണ് തൗബയുടെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപം. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. തൗബ നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന നല്ലൊരു നിയത്തോടു കൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. അള്ളാഹു നമ്മുടെ തൗബയും നമ്മുടെ ദുആയും നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വതക്കയും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ തക്ബീറും തഹ്ലീലും തദ്ബീറും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കും. അത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ രാത്രി നമ്മൾ ലൈലത്തുൽ ഖദറാണെന്ന് കരുതിയിട്ട് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് ഒരുപാട് ഇസ്തിഗ്ഫാറും പറയുക. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരുപാട് സൂറത്തുകൾ, സൂറത്തുൽ കൗസർ, ഇന്നാ അഅതൈനാകൽ കൗസർ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, അറിയാവുന്ന എന്തൊക്കെ സൂറത്തുകളുണ്ടോ അതൊക്കെ ഓതുക. ഇന്നത്തെ രാത്രിയിലെ ഉറക്കം അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഉറങ്ങാം, കുറച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു അരമണിക്കൂറോ ഉറങ്ങാം. എന്തിനാ? തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി. ഉറങ്ങിയിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ്. അതുകൊണ്ട് ഇശാ കഴിഞ്ഞ് തറാവീഹൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ ഇരിക്കുക. നമ്മൾ പള്ളിയിൽ, പുരുഷന്മാർ പള്ളിയിൽ ഇരിക്കുക, ഉമ്മമാർ വീട്ടിൽ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവർ ജമാഅത്തായിട്ട് നിസ്കരിക്കുക. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി അവസാനം ദുആ ചെയ്യുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെ കാര്യമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ലതുപോലെ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്ന നല്ലൊരു നിയത്തോടു കൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. അല്ലാഹു നമ്മുടെ തൗബയും നമ്മുടെ ദുആയും നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വതക്കയും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ തക്ബീറും തഹ്ലീലും തദ്ബീറും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കും. അത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ രാത്രി നമ്മൾ ലൈലത്തുൽ ഖദറാണെന്ന് കരുതിയിട്ട് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇഅ്തികാഫിന്റെ നിയത്ത് മറന്നു പോവണ്ട. നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല. ആ ഇഅ്തികാഫിന്റെ നിയത്ത് പറഞ്ഞ് നിങ്ങൾ പള്ളിയിൽ കിടന്നുറങ്ങിക്കോ, അതിനും പ്രതിഫലമാണ്. ഖുർആൻ ഓദിക്കോ, പ്രതിഫലമാണ്. പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഇഅ്തികാഫ് അവിടെ മുറിഞ്ഞു. പിന്നെ വീണ്ടും പള്ളിയിലേക്ക് കയറിയാൽ വീണ്ടും ഇഅ്തികാഫിന്റെ നിയത്ത് പറയുക. അതുപോലെ തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യം മറന്നു പോവണ്ട. അതുപോലെ വിത്റിന്റെ കാര്യം, അതുപോലെ തസ്ബീഹ് നമസ്കാരം, അതിന്റെ രൂപമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മഗ്രിബിന് ശേഷം നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത അവ്വാബിൻ നിസ്കാരം, അതുപോലെ തന്നെ അതിനുശേഷം ഒന്ന് ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന തഹജ്ജുദ് നിസ്കാരം, പിന്നെ ഉറങ്ങിയതിന് ശേഷമോ അല്ലെങ്കിൽ മുമ്പോ നമുക്ക് നിസ്കരിക്കാം. ഏത്? ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, രാത്രി നിസ്കരിക്കുന്ന 2 റക്അത്ത് നിസ്കാരം, 2, 3, 4 എത്രയാണോ നിസ്കരിക്കുന്നത് അത് ഖിയാമുൽ ലൈൽ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന നിസ്കാരം, അതിനാണ് ഖിയാമുൽ ലൈൽ. 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിയാമുൽ ലൈൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് കൈകെട്ടുക. 2 റക്അത്ത് അറിയാവുന്ന വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കുക. ഇതാണ് ഖിയാമുൽ ലൈൽ. വലിയ പ്രതിഫലമാണ് അല്ലാഹു അതിന് കൊടുക്കുന്നത്. അത് ഉമ്മമാർക്ക് വീട്ടിൽ നിസ്കരിക്കാം, ഉപ്പമാർക്ക് പള്ളിയിൽ തന്നെ നിസ്കരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീൻ ഓതുക. അത് നമ്മൾ കാത്തിരിക്കും. കാരണം തനസ്സലുൽ മലായികത്തു വറൂഹു എന്ന് വിശുദ്ധമായ ഖുർആനിലുണ്ട്. മലക്കുകൾ ഇറങ്ങി വരും, റൂഹ് ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ 3 അഭിപ്രായം. അതിലൊരു അഭിപ്രായം എന്താ? ജിബ്രീൽ അലൈഹിസ്സലാം. രണ്ടാമത്തെ അഭിപ്രായം ഈസാ നബി അലൈഹിസ്സലാം. മൂന്നാമത്തെ അഭിപ്രായം മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ആത്മാക്കളാണ്. അവരിങ്ങനെ പ്രതീക്ഷിച്ച് നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലൊക്കെ വന്ന് നിൽക്കും. അല്ലാഹുവേ, എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ
എന്ന് ചിന്തിച്ചിങ്ങനെ ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയാൽ, ഒരു സലാം പറഞ്ഞാൽ അതവർക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീൻ ഓതുക. വീട്ടിൽ ഉമ്മമാർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യുക, അല്ലാഹുവേ ഞാൻ ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ ഭർത്താവിൻ്റെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മയുടെ, എൻ്റെ വാപ്പയുടെ, എൻ്റെ മക്കളുടെ ഖബറിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. ഓതി നമുക്കും അത് പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ സിയാറത്തിന് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരു സിയാറത്ത്, നമ്മുടെ വാപ്പയുടെ ഉമ്മയുടെ ഖബറിൽ പോയി സിയാറത്ത് ചെയ്യുക. സിയാറത്ത് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഇന്നത്തെ അസർ കഴിഞ്ഞാൽ നമ്മൾ സിയാറത്ത് ചെയ്യാനുണ്ടെങ്കിൽ പള്ളികളൊക്കെ പോയി സിയാറത്ത് ചെയ്യുക. പിന്നെ രാത്രി മൊത്തം പള്ളിയിൽ തന്നെ ഇരുന്ന് ഇഅ്തികാഫിൻ്റെ നിയത്ത് കൊണ്ട് അങ്ങനെ ഇബാദത്തിലാവും. രാത്രി അങ്ങനെ കറങ്ങി നടക്കൽ നല്ലതല്ല. അതുകൊണ്ട് ഒരുപാട് ഇബാദത്തുകൾ ചെറുതും വലുതും അറിയാവുന്നതും, പിന്നെ പള്ളിയിലാകുമ്പോൾ ഉസ്താദുമാർ ഒരുപാട് ഇൽമുകൾ പറയും, ഒരുപാട് തസ്ബീഹുകളും തക്ബീറുകളൊക്കെ പറയും, അതൊക്കെ ഏറ്റുചൊല്ലുക. ഉമ്മമാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുകൊണ്ട് സ്നേഹത്തോടെ എൻ്റെ യുവാക്കളോട് പറയട്ടെ, ഒന്നുകൂടി പറയുകയാണ്, രാത്രി മുഴുവനും ആ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുക. ഒരുപാട് പാപങ്ങൾ നമ്മൾ യുവാക്കളെ ചെയ്തു പോകുന്നില്ലേ? ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ യുവാക്കളാണ്, നമ്മളൊക്കെ എത്രയോ പാപങ്ങളാണ് ചെയ്തു പോകുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവതികളുണ്ടാവും, നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. രാത്രി ആ ബൈക്കെടുത്തുള്ള കറക്കം പരമാവധി ഒഴിവാക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ലൈലത്തുൽ ഖദർ രാത്രി ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് കിട്ടുക. ചില ആളുകൾക്ക് പൂർണ്ണമായി ലഭിക്കും. അതാർക്കാണ്? നല്ല മനസ്സോടെ പള്ളിയിൽ തന്നെ ഇബാദത്ത് ചെയ്യുന്നവർ, വീട്ടിൽ തന്നെ ഇബാദത്ത് ചെയ്യുന്നവർ, കറങ്ങി നടക്കുന്നവർക്ക് ആ പുണ്യം കുറവായിരിക്കും. കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറഞ്ഞ് അവസാനം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? സിയാറത്ത് അസറിന് ശേഷമാക്കുക. ബാക്കിയുള്ള സമയത്തൊക്കെ അള്ളാഹുവിന് വേണ്ടി നല്ല രൂപത്തിൽ നമ്മൾ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മമാരോട് സ്നേഹബുദ്ധിയാ ഉണർത്തുകയാണ്. 27 രാവിലെ മഗ്രിബ് കഴിയുമ്പോൾ ആ മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ച് ഓരോ ഉസ്താദുമാരുടെ ലൈവ് അവിടെ നടക്കും, ഇവർ വേറെ പണിക്ക് പോകും. ലൈവിൽ ഉസ്താദ് ഖുർആൻ ഓതും, ഇവർ വേറെ പണിക്ക് പോകും. ഒരു പ്രതിഫലം കിട്ടൂല, നല്ല ശിക്ഷയായിരിക്കും കിട്ടുക. കാരണം ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണമെന്നാൽ അത് ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി. എന്ത് ചെയ്തു? 27 രാവിലെ എന്ത് ചെയ്തു? ഞാൻ ആ ഉസ്താദിൻ്റെ ലൈവ് മുഴുവനും കേട്ടു, ഒന്നും കിട്ടില്ല. കേട്ടത് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിൽ പറയുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അത് കേട്ട് ഓതുകയോ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഖുർആൻ ഓതിയ പ്രതിഫലം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ ആ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിൽ വെള്ളയിൽ എടുത്തിട്ട് അത് നോക്കി ഓതിയാൽ മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടൂ. അല്ലെങ്കിൽ ലൈവിൽ പറയുന്ന ഉസ്താദ് നോക്കിയായിരിക്കും ഓതുക. ഉസ്താദിനെ നോക്കി ഓതി പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഇവിടെ കേട്ടിരുന്ന ആൾക്കോ ഒന്നും ഒരു ചുക്കും കിട്ടൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കേട്ടിരിക്കലും കൂലിയാണ്. അതോടൊപ്പം തന്നെ പൂർണ്ണമായ പ്രതിഫലം കിട്ടാൻ എന്ത് ചെയ്യുക? ആ ഖുർആൻ എടുത്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് നല്ല രൂപത്തിൽ അങ്ങോട്ട് ഓതുക. എന്നാൽ മാത്രമേ ആ പ്രതിഫലമൊക്കെ അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ. പരമാവധി എന്ത് ചെയ്യുക? ആ ലൈവൊക്കെ ഉണ്ടെങ്കിൽ അത് കേൾക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ലൈവ് അവിടെ നടന്നോട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു പവർ ഉള്ളത്. ജമാഅത്തായിട്ട് ചെയ്യുന്നതിന് പ്രതിഫലമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു ഇഖ്ലാസും തഖ്വയൊക്കെ ഉണ്ടാവണമെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പറഞ്ഞത്, തസ്ബീഹ് നിസ്കാരം നിങ്ങളെ ജമാഅത്തായി നിസ്കരിക്കേണ്ട, ഒറ്റക്ക് നിസ്കരിച്ചാൽ മതി. അതാണ് കൂടുതൽ പ്രതിഫലം. കാരണം എന്താ? തസ്ബീഹ് നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ചിലപ്പോൾ സ്പീഡിൽ ഓതിപ്പോകും, അല്ലെങ്കിൽ ഇമാമ് പതിയെ ആയിരിക്കും ഓതുക. കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഓതി കഴിഞ്ഞിട്ട് പിന്നെയും അവർ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ ഓതി തീരുന്നതിന് മുമ്പ് ഇമാമ് സുജൂദിലേക്കും റുക്കൂഇലേക്ക് പോയാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഈ മഹാന്മാർ പറഞ്ഞത് തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റക്ക് നിസ്കരിക്കലാണ് ഏറ്റവും ഖൈർ എന്നതുപോലെ നമ്മൾ ഒറ്റക്ക് ഒരു റൂമിൻ്റെ ഉള്ളിൽ ആ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് കരഞ്ഞങ്ങോട്ട് ദുആ ചെയ്യുക. നമ്മുടെ പള്ളികളിലും അതുപോലെ തന്നെയല്ലേ ഇഅ്തികാഫൊക്കെ ഇരുന്ന് വെളുപ്പിനെയാകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് എല്ലാവരും ഒന്നിച്ച് തന്നെ ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് ഉസ്താദിൻ്റെ ദുആ, കരഞ്ഞുള്ള ദുആ, ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുള്ള ദുആ എത്രയോ മഹത്തരമാണ്. നമ്മൾ ഒറ്റക്ക് ദുആ ചെയ്യും. ഉസ്താദ് ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ഉസ്താദ് പറയും, നിങ്ങളിനി സ്വന്തമായിട്ട് ദുആ ചെയ്തോ, നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്വന്തമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഖുർആൻ എടുത്ത് ഓതലാവട്ടെ, തസ്ബീമാല എടുത്ത് എണ്ണം പിടിച്ച് ചൊല്ലുന്നതാവട്ടെ, അതുപോലെ നമ്മുടെ നിസ്കാരം, നോമ്പ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് അതിൽ പവർ ഉള്ളത്. അതെൻ്റെ ഉമ്മമാർ സ്നേഹബുദ്ധിയ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.
ഒരുപാട് പേരാണ് 27-ാം രാവുമായി ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കമൻറ്റിലൂടെയും നേരിട്ടുമൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് പ്രശ്നത്തിലുള്ളവരാണ്, ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ്, ഒരുപാട് രോഗങ്ങളുള്ളവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവൻ ആളുകളുടെയും രോഗങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പല ആളുകളും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് പേര് ഖബറിലാണ് റബ്ബേ. അവർക്ക് നീ എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്, ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ ഒരുപാട് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ അവരുടെയും ഞങ്ങളുടെയും നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്. മക്കളില്ലാത്തവർ, നല്ല വീടില്ലാത്തവർ, അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നല്ല ജോലിയില്ലാത്തവർ, നല്ല വാഹനങ്ങളില്ലാത്തവർ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം ശരിയാവാത്തവർ, ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞവർ, എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന 27-ാം രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്, ആമീൻ പറയുന്ന ഈ മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ, സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. ഈ വരുന്ന 27-ാം രാവിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പൂർണ്ണമായി കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വഭാവങ്ങളെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ നീ നന്നാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാൻ മാസം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന, അതുവഴി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രവാസികളായ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്കെല്ലാം നീ ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരൊക്കെ ഞങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിരിക്കുകയാണ് റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളുടെയും ഒരു പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ ഒരുപാട് പേര് ഇഫ്താറുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് പേര് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, നോമ്പ് തുറപ്പിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അതിൻ്റെ പുണ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നോമ്പുകളിൽ വരുന്ന പിഴവുകളെയെല്ലാം നീ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരന്മാര് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളൊക്കെ വലിയ സമാധാനത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് പ്രയാസത്തിലുണ്ട്, പ്രശ്നത്തിലുണ്ട്. എല്ലാവർക്കും നീ ഹിഫാലത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ക്യാൻസറിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമറിനെ തൊട്ട്, കൊറോണ വരുന്നതിനെ തൊട്ട് റബ്ബേ, എല്ലാ അസുഖങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെല്ലാവരും ഒരുപാട് പരീക്ഷകൾ എഴുതുന്നവരാണ്. എല്ലാ മക്കൾക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ റബ്ബേ, എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മുച്ചൂടും നശിപ്പിച്ച് കളയണേ അല്ലാഹ്. പാവപ്പെട്ട
പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഒരുപാട് പേര് ജയിലുകളിൽ കഴിയുന്നവരുണ്ട്, തടവറയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നീ മോചനം നൽകണേ അല്ലാ, എല്ലാവർക്കും നീ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. അതെങ്ങനെ ഉസ്താദെ നിസ്കരിക്കേണ്ടത്? അതിൻ്റെ റക്അത്ത് എങ്ങനെ? അതിൽ ഓതേണ്ട സൂറത്ത് എങ്ങനെ? അതേത് തസ്ബീഹ് ഓതണം? എല്ലാ ദിവസത്തിലും നിസ്കരിക്കാം, ആഴ്ചയിൽ നിസ്കരിക്കാം, മാസത്തിൽ ഒന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ വർഷത്തിൽ ഒന്ന്, അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും. പ്രത്യേകിച്ച് റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നറിയണമെങ്കിൽ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഈ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഇതിലുണ്ട്. അത് കേൾക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.